സംസ്ഥാനം വ്യവസായ സൗഹൃദമായി മാറിയെന്ന് സർക്കാർ വീമ്പിളക്കുമ്പോൾ ചുമട്ടുതൊഴിലാളി യൂണിയനുകളുടെ നിരന്തര ശല്യം കാരണം അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ് വനിതാ സംരംഭകയുടെ ചെറുകിട വ്യവസായ സ്ഥാപനമായ ചെങ്കൽച്ചൂള. തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്ലാവിലമൂലയിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ATK വയർ കട്ട് ബ്രിക്സ് എന്ന സംരംഭത്തിനാണ് ദുരവസ്ഥ. യൂണിയനുകളുടെ ഇടപെടൽ പതിവായതോടെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്ഥാപനത്തിന്റെ ഉടമ. ചുമട്ടുതൊഴിലാളികൾ അതിക്രമിച്ചു കയറി ലോറിയിൽ നിന്നും ലോഡ് ഇറക്കിയെന്നാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. INTUC യൂണിയനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത്. 25ഓളം പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ഉറപ്പാക്കുന്ന ഈ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ സംസ്ഥാനത്തിലെ ഒട്ടുമിക്ക സംരംഭങ്ങളുടെയും കൂടിയാണ്. കോടതിയുടെ ഉത്തരവ് പോലും മാനിക്കാതെയാണ് ചുമട്ടുതൊഴിലാളി യൂണിയനുകളുടെ ഗുണ്ടായിസം. സ്ഥാപനം തുടങ്ങിയതു മുതൽ വിവിധ യൂണിയനിലുള്ള തൊഴിലാളികളുടെ അതിക്രമം നേരിടുന്നു എന്നാണ് ഉടമ പറയുന്നത്. ഇന്നലെയും INTUC യൂണിയൻ തൊഴിലാളികൾ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയതായിട്ടാണ് ആരോപണം. ഹൈഡ്രോളിക് സംവിധാനമുള്ള ലോറിയാണ് സ്ഥാപനത്തിലുള്ളത്. ഇതിൽ നിന്നും ലോഡ് ഇറക്കാൻ ചുമട്ടുതൊഴിലാളികളുടെ ആവശ്യമില്ല. എന്നാൽ ചുമട്ടുതൊഴിലാളികൾ അതിക്രമിച്ചു കയറി ലോഡ് ഇറക്കുകയും സ്ഥാപനത്തിലെ തൊഴിലാളികളെയും ഉടമയെയും ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ചുമട്ടുതൊഴിലാളികളുടെ അതിക്രമം. ഫെബ്രുവരി 21-നാണ് സംരംഭകയ്ക്കും സ്ഥാപനത്തിനും സംരക്ഷണം നൽകണമെന്ന് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവ് പാറശാല SHOയ്ക്ക് കൈമാറിയതായും പരാതിക്കാരൻ പറയുന്നു. വിഷയത്തിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഈ കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്നലെ വീണ്ടും ഉപദ്രവമുണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. ഹൈഡ്രോളിക് സംവിധാനമുള്ള ട്രക്കിൽ നിന്നും താനെ ഇറക്കാൻ കഴിയുമ്പോഴാണ് ചുമട്ടുതൊഴിലാളികൾ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറിയത്. തൊഴിൽ നിയമചട്ടപ്രകാരം ചുമട്ടുതൊഴിലാളികളുടെ പരിധിയിൽ വരുന്ന സ്ഥാപനമല്ല തന്റേതെന്നും ഉടമ പറയുന്നു. ഇന്നലെ വൈകിട്ട് 4:45ഓടെയാണ് ചുമട്ടുതൊഴിലാളികൾ ഭീഷണിയുമായി സ്ഥാപനത്തിൽ വീണ്ടും എത്തിയത്. മില്ലിൽ കൊണ്ടുപോയി മുറിക്കാനുള്ള തടികൾ ഇവർ അതിക്രമിച്ചു കയറി ഇറക്കുകയായിരുന്നു. ഇതിന്റെ കൂലി ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ രേഖകളുമായിട്ടാണ് ഉടമ പാറശാല പോലീസ് സ്റ്റേഷനിൽ എത്തിയതെങ്കിലും സ്ഥാപനം നടത്തിപ്പുകാരോട് ചുമട്ടുതൊഴിലാളികളായിട്ട് സഹകരിച്ചു പോകാനാണ് പോലീസ് നിർദ്ദേശിച്ചതെന്നും ആരോപണമുണ്ട്.